ഈ കൂട്ടത്തിലെ സീനിയർ ആണെങ്കിലും ഏറ്റവും യങ് ആയിട്ടിരിക്കുന്നത് ഇപ്പൊ കണ്ടാലും ആ പണ്ട് കണ്ട അതേ ഇവിടെയെങ്കിലും അല്ല അത്രയും തോന്നിക്കത്തില്ലല്ലേ എന്ത് യങ് ആയിട്ടിരിക്കുക. ചേട്ടനോട് എല്ലാരും പറയാറുണ്ട് ഇപ്പോഴും ഫാൻസ് ഒക്കെ കാണുമായിരിക്കും അല്ലേ? എന്തോ ഇപ്പോഴും ഒരുപാട് ഫാൻസ് ഒക്കെ കാണുമായിരിക്കും. ഉണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ എവിടെയാന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഉണ്ടെന്ന് എനിക്കറിയാം, ആരെയും അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സത്യത്തില് ടീസർ ഈസ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ശരിക്കും ആ ടീസറിൽ ഒരു പെർഫെക്റ്റ് ടോൺ, അതിൻ്റെ ബീജിയം ഭയങ്കര ഇൻറ്റൻസിറ്റി കൊണ്ടുവന്നു. റിയലി വി ആർ സൂപ്പർ എക്സൈറ്റഡ്. ഹൗ എക്സൈറ്റഡ് ആർ യു ഗൈസ്? പറയൂ, നമുക്ക് ഡയറക്ടറിന് തുടങ്ങാം. ജിതേൻ. എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം നമ്മുടെ ആദ്യ സിനിമയല്ലേ. അപ്പൊ തീർച്ചയായും നമ്മുടെ ഒരുപാട് വർഷത്തെ ഒരു ഡ്രീമാണ് നമ്മുടെ പേര് ആ വലിയ സ്ക്രീനിൽ എഴുതി കാണിക്കുക എന്നുള്ളത്. കാരണം ഞാൻ ഓരോ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ പോകുമ്പോഴും അവിടെ ഡയറക്റ്റഡ് ബൈ എന്നുള്ള പേര് വരുമ്പോൾ ഐ മാനിഫെസ്റ്റ് സീരിയസ്ലി ഓക്കെ ഒരു ദിവസം എൻ്റെ പേര് ഇവിടെ എഴുതി കാണിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയെ പോകുന്ന സമയത്ത് എൻ്റെ മോള്, അപ്പം ഞങ്ങൾ അധികം ഒരുമിച്ചാണ് പോവാറ്. അപ്പം ഞങ്ങൾ സിനിമ കാണുമ്പോൾ ഞാൻ ആദ്യം അവളോട് പറയും, ആ ഡയറക്ടറുടെ പേര് കാണിക്കുമ്പോൾ നമ്മളെ ഒരു ദിവസം അച്ഛൻ്റെ പേരോടെ എഴുതി കാണിക്കും. പിന്നെ ഞങ്ങൾ സിനിമ കാണുന്ന സമയത്ത് ഡയറക്ടറുടെ പേര് കാണിക്കുമ്പോൾ എൻ്റെ മോളിങ്ങനെ തിരിഞ്ഞു നോക്കും, അച്ഛൻ്റെ പേരല്ലേ പറയുമ്പോ എനിക്കറിയാം. സോ അത്രയും ഡ്രീമാണ്. സോ തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതും ഇത്രയും നല്ല ഒരു ആർട്ടിസ്റ്റിനെ നമ്മുടെ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇന്ദ്രജിത്തായാലും അജുചേട്ടൻ, നിശാന്ത് ഏട്ടൻ, രഞ്ജി പണിക്കറുണ്ട്, സാഗറുണ്ട്, റബിയുണ്ട്, അഷിക, അവന്തിക, സോ ദേവി, അജിത്, ശ്രീജിത്ത്, ഞാൻ ഒരുപാട് ഫെമിലിയർ ആയ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്.